വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി കുരുന്ന് കരങ്ങൾ രംഗത്ത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വയനാട് ദുരന്തത്തിലേക്ക് സമാഹരിച്ച തുക വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പീരുമേട് MLAക്ക് കൈമാറി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു നാട് തന്നെ ഇല്ലാതായതോടൊപ്പം 400-ന് മുകളിൽ ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിരുന്നു. തങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ വേർപാട് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അഗാധ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഇതോടെ വയനാടിനായി നാട് കൈകോർക്കുന്നതോടൊപ്പം തങ്ങളും ഇതിൽ പങ്കാളികളാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അധ്യാപകരെ ഈ വിവരം അറിയിച്ചത്. തുടർന്ന് വയനാടിന് ഒരു കൈത്താങ്ങെന്ന ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കൈകോർക്കുകയുമായിരുന്നു. ഇവർ സമാഹരിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച പീരുമേട് MLA വാഴൂർ സോമന് കൈമാറിയത്. 400-ലധികം ആളുകളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. കണക്ക് ശരിയാണ് എന്ന് സർക്കാർ പോലും അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹാരിസൺസ് മലയാളത്തിൻ്റെ തോട്ടങ്ങളിലെ തൊഴിലാളികൾ, വിശേഷിച്ചും സഹോദര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായി. வாயடைத்து உயிரடைத்தது மலையும் மழையும், வாய் பேச இயலா விலங்குகளின் வாழிடம் அழித்து ஆண்டுகள் பல ஆண்டு வந்த மனிதனை விரட்ட முன்னறிவிப்பு ஏதும் இன்றி இயற்கை தொடுத்த பெரும் போர் இது. கேரளம் இன்று இயற்கை பேரழிவால் பல இதயங்களை இழந்து துடிக்கிறது வயநாடு மாவட்டம். இறைவனிடம் துஆ செய்வோம் என்று கூறி விடைபெறுகிறேன். நன்றி. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക കൈമാറ്റ ചടങ്ങിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ് അധ്യക്ഷനായിരുന്നു. പീരുമേട് AEO M രമേശ് ധനസമാഹരണം നടത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഗാനാലാപനവും നടത്തി. സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.